കർണാടകയിലെ ഉടുപ്പിയിൽ സിനിമാ സ്റ്റൈൽ ഗ്യാങ് ഫൈറ്റ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഒരു യുവാവിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക്. बुडला बुडला അങ്ങനെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിച്ചതെന്ന് കൂടി അറിയാം. കെ വി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ആവേശം സിനിമ, അതിലെ രംഗണ്ണൻ മോഡൽ അടിയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇത് കാണുമ്പോൾ വരുന്നത്. ഇതെവിടെയാണ് സംഭവിച്ചത്? ഇതിലെ കഥാപാത്രങ്ങളെ ആരെങ്കിലും പിടികൂടാനായിട്ടുണ്ടോ പോലീസ്? പ്രജീഷ, ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാം. ചില സിനിമകളിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായത് രണ്ട് സംഘങ്ങൾ ചേരി തിരിഞ്ഞ് റോഡിൽ ഏറ്റുമുട്ടുകയാണ്. അന്ന് കാണാം ആയുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടുന്നും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടിക്കുന്നുണ്ട്. കാർ ഉപയോഗിച്ച് ആളെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഏതായാലും വല്ലാത്ത ഭീകര ദൃശ്യങ്ങൾ തന്നെയാണുള്ളത്. ഇത് മെയ് 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു എന്ന് മാത്രം. എന്നാൽ ഈ സംഭവത്തിൽ രണ്ടുപേരെ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അറിയാൻ കഴിയുന്ന വിവരം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങനെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത്. രണ്ടും ഗുണ്ടാ സംഘങ്ങളാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കാണുന്നത്. കാറ് തടഞ്ഞു നിർത്തി, അതുപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങി ആളുകളെ മർദ്ദിക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആളെ കാറിടിച്ച് വീഴ്ത്തുന്നു. ഏതായാലും വല്ലാത്ത ക്രമസമാധാന നില തകരാറിലായി എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ പോലീസോ ക്യാമറ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയായിരിക്കാം. അവിടെ പോലീസോ മറ്റു ഇത്രയും സമയമായിട്ട് ആരും പെട്ടെന്ന് വന്നില്ല അല്ലേ? ഇത് നടക്കുന്നത് അർദ്ധരാത്രിയാണ് നടക്കുന്നത്. ഏതാണ്ട് പുലർച്ചയോട് അടുപ്പിച്ച് രാത്രി ഒരു 1:30-2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടുപ്പി തീരപ്രദേശ മേഖലയിൽ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ പോലും പോലീസിന്റെ ഒരു ഇടപെടൽ ഈ സമയത്ത് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതിനു ശേഷം ഇപ്പോൾ പോലീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ ഈ രാത്രിയൊക്കെ പുറത്ത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ, ഇപ്പൊ മലയാളികൾക്ക് ഒരുപാട് ഈ ഉടുപ്പി മേഖലകളിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഹൈവേ ആണ്, ഒരു പ്രധാന റോഡ് കൂടിയാണത്. ആ മേഖലയിലൂടെയൊക്കെ പോകുന്നതാണ്. നമുക്ക് തന്നെ ഒരു ആശങ്ക തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ദാവൺകരയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തടിച്ചുകൂടിയ ആളുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. ഏതായാലും ക്രമസമാധാന കാണുന്നവർ അല്ലെങ്കിൽ അക്രമത്തിന്
നേതൃത്വം നൽകുന്നവരൊക്കെ അധികം പ്രായമില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും യുവാക്കളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നവരെല്ലാം തന്നെ യുവാക്കളാണ്. ഈ ഗുണ്ടാ സംഘങ്ങളിലേക്കൊക്കെ യുവാക്കൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്നു. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ചില സിനിമകളിലെ ദൃശ്യങ്ങളൊക്കെ ആളുകൾ അനുകരിക്കുന്ന സംഭവങ്ങളൊക്കെ വല്ലാതെ റീലുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രോത്സാഹനം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഏതായാലും ആശങ്കപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള ഒരു മറുപടി തന്നെ അല്ലെങ്കിൽ പ്രതികരണം തന്നെയാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. യുവാക്കളാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരാണ് ഇതിൽ പങ്കാളികൾ ആകുന്നത്. ഇതൊക്കെ സിനിമയെ കണ്ട ആവേശമാണെങ്കിൽ രംഗണ്ണന്മാരൊക്കെ ഓരോ സിനിമയിലൂടെ വന്ന് കാശുവാരി പോകും. നമ്മുടെ ജീവിതം കട്ടപ്പുകയാകും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇതിപ്പോൾ വരുന്നത് ഉടുപ്പിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുലർച്ചെ ഒരു തീരദേശ മേഖലയിൽ നടന്ന ഒരു ഗ്യാങ് വാറിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.